പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് 18 പലപ്പോഴായി പലതരത്തിലുള്ള പല സ്വഭാവങ്ങളിലുള്ള വാർത്തകൾ നൽകാറുണ്ട്. അതിൽ രാഷ്ട്രീയ വാർത്തകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകാം, സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്തകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള നിരവധിയായ വാർത്തകളോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നായിരുന്നു ന്യൂസ് 18 തന്നെ പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴയിലെ അധികൃതരുടെ, പ്രത്യേകിച്ച് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച. അതേ തുടർന്ന് ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവൽ അത് വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന വിവരം ന്യൂസ് 18 ആയിരുന്നു പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം അത് മറ്റു മാധ്യമങ്ങൾക്ക് അടക്കം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തന്നെ നഗരസഭ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. വിവാദ കാർണിവലിൽ നഗരസഭ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാർത്ത. വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടുന്നതിനുള്ള വൈസ് ചെയർമാന്റെ കത്താണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിയമാനുസൃതമല്ലാതെ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പന്റെ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം ആണ് ഉയരുന്നത്. നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി ഉയരുകയാണ്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഈ ഒരു കാർണിവൽ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റാത്തത്, അവിടുത്തെ കക്കൂസ് മാലിന്യം അടക്കം അവിടെ ഉപേക്ഷിച്ചു പോയത്, കാർണിവലിൽ പങ്കെടുത്ത കുട്ടികൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ പലപ്പോഴായി വിശദമായി പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുന്നു. നഗരസഭ തന്നെ അന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും അഭിലാഷ, മറ്റൊരു തലങ്ങളിലേക്ക് മാറുന്ന രീതിയിലുള്ള വലിയ ഒരു ഗൂഢാലോചനയും അതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെയും ചുരുളുകളാണ് ഇപ്പോൾ അഴിഞ്ഞു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ നഗരസഭയിൽ ഈ വിഷയം വലിയ പ്രതിഷേധമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു അടക്കമുള്ള ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം കൗൺസിൽ ഹാൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് 20 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നുള്ള ആക്ഷേപവുമായി അല്ലെങ്കിൽ ആരോപണവുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും സംഭവം ഇപ്പോൾ അന്വേഷണത്തിലേക്ക് എത്തുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരസഭയുടെ അകത്ത് തന്നെ അത് അന്വേഷണത്തിലേക്ക് വരാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴ നഗരസഭ വൈസ് ചെയർമാന്റെ കത്താണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിനകത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പൻ നൽകിയ കത്താണ് ഇപ്പോൾ ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് വിഭാഗം, ആരോഗ്യ വിഭാഗം എന്നിവരോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. നഗരസഭ സെക്രട്ടറിയോടും ഈ വിഷയത്തിന്, അതായത് CRSR ലംഘനം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഈ ആരൊക്കെയാണോ അനുമതി നൽകാനായി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ, അവർ ഇത്തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുക. അതിനോടൊപ്പം തന്നെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇപ്പോൾ നഗരസഭയിൽ നിന്നും നഗരസഭ വൈസ് ചെയർമാന്റേതായ കത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതായത് മറ്റൊരു തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. ഒരു ഘട്ടത്തിൽ നഗരസഭ ഈ കാർണിവൽ നടക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ നികുതി വെട്ടിപ്പടക്കം, അതായത് ടിക്കറ്റുകൾ നഗരസഭ സീൽ ചെയ്ത് നൽകിയ ടിക്കറ്റുകൾ അല്ലാത്ത വ്യാജ ടിക്കറ്റുകളാണ് വിറ്റഴിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. അന്നും ഇത്തരത്തിൽ ഇത് കാർണിവൽ നീട്ടി നൽകരുതെന്ന് വൈസ് ചെയർമാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ 2 മാസക്കാലം കാർണിവൽ തുടർന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയത്തിനകത്ത്, അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പുറത്തുവിട്ടതുപോലെ തന്നെ വിവിധ തലങ്ങൾ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ആലപ്പുഴയിലെ ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒന്ന്, ആലപ്പുഴ ഹൈറ്റൈഡ് ലൈനിൽ, അതായത് ബീച്ചിന്റെ ഹൈറ്റൈഡ് ലൈനിൽ അതീവ സംരക്ഷിത മേഖലയിലാണ് 90 അടി ഉയരത്തിലുള്ള 2 ഭിത്തികൾ ഉയർന്നത്. അതിലൂടെ കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയായിരുന്നു ഇത്തരത്തിൽ ഈ കാർണിവൽ സംഘടിപ്പിച്ചത്. എന്നാൽ ആ കാർണിവലിനായി അവിടെ നിർമ്മിച്ച നിർമ്മാണങ്ങളൊക്കെ തന്നെയും CRZ ലംഘനമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ CRZ ലംഘനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഈ വൈസ് ചെയർമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ CRZ ലംഘനമാണ് എന്ന് തീരദേശ പരിപാലന അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരാതി നൽകിയവരോട് തന്നെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പൊന്തുവള്ളങ്ങൾ വെക്കാൻ പോലും അനുമതി നൽകാത്ത തീരത്താണ് 90 അടി ഉയരത്തിലുള്ള 2 ഭിത്തികൾ ഉയർന്നത്. അവിടെ ഉപയോഗിച്ച ഭൂഗർഭ ജല വകുപ്പിന്റെ അഴിമതിയും നമ്മൾ കണ്ടെത്തിയിരുന്നു. കാരണം ഭൂഗർഭ ജലവകുപ്പ് കൺമുന്നിലാണ് 2 മാസക്കാലമായി അവിടെ തീരദേശത്ത് ഇത്തരത്തിൽ ആ ഹൈറ്റൈഡ് ലൈനിൽ ഭൂഗർഭ കുഴൽക്കിണറുകൾ കുഴിച്ചത്. അതോടൊപ്പം തന്നെ കക്കൂസ് മാലിന്യം ഉപയോഗിച്ചുള്ള മലിന ജലമാണ് അവിടെ ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തി. 129 പേർക്കാണ് അഭിലാഷ് രോഗബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 129 പേരാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വളരെ ഗുരുതരമായ കേസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും
അതിനകത്ത് ഒരു അന്വേഷണം നടക്കുന്നു. ഒരു ആഴ്ചക്കുള്ളിൽ എന്ത് റിപ്പോർട്ടാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്തയായിരുന്നു. അതിന്റെ വാർത്താ തുടർച്ച എന്ന നിലയിലാണ് അതുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈക്കോളി ബാക്ടീരിയ അടക്കം അവിടെ വെള്ളത്തിൽ കലർന്നത്, ആ വെള്ളത്തിൽ അന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച കുട്ടികൾക്കടക്കമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമാത്രവുമല്ല ഇതിന്റെ ലൈസൻസി പിന്നീട് കരാർ മറിച്ചു നൽകുകയായിരുന്നു എന്ന വിവരങ്ങൾ. അങ്ങനെ ഏതാണ്ട് അവിടെ നടന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും ചുരുളഴിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ നഗരസഭയ്ക്ക് ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായി വന്നു. നഗരസഭയുടെ അധികൃതരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ ഈ വിഷയത്തിൽ ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നതുകൂടിയാണ് ഇനി പുറത്തു വരേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.